ഇതിനിടെ വനമന്ത്രി രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. എന്തിനാണ് കേരളത്തിന് ഇങ്ങനെ ഒരു വനം മന്ത്രിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചോദിച്ചു. ഈ വനം മന്ത്രി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ വനം മന്ത്രി ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ മുറിയടച്ചിട്ടിരുന്നിട്ട് TV കാണുകയാണ്. എന്താ TVയിൽ ഇത്രയധികം കാണുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ രീതി വെച്ചിട്ട് എന്താ കാണുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കും ധാരാളം സംശയങ്ങളുണ്ട്. പക്ഷേ ഈ വനം മന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ ഇരുന്നിട്ട് TV കണ്ട് രസിക്കുകയല്ലല്ലോ ഈ സമയത്ത് വേണ്ടത്. ജനം ജീവിക്കാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യം. ആന ചവിട്ടിക്കൊല്ലുന്നു, കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ വനം മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല. ഇന്നലെ ഒരു സർവകക്ഷി യോഗം നടന്നു. ആ സർവകക്ഷി യോഗത്തിൽ പോകാൻ പോലും വനം മന്ത്രിക്ക് മനസ്സില്ല. ഇങ്ങനൊരു വനം മന്ത്രിയെ എന്താണ് പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തുന്നത്? പിണറായി വിജയൻ ഇനി വേറെ എന്തെങ്കിലും വനം മന്ത്രിയുടെ കയ്യിൽ പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിണറായി വിജയനടക്കം സർക്കാരിനടക്കം കുഴപ്പമുണ്ടാകുന്ന വല്ല കാര്യങ്ങളുണ്ടോ? അതുകൊണ്ടാണോ ഇനി സംരക്ഷിച്ച് നിർത്തുന്നത്? ജനം മരണവുമായിട്ട് മുഖാമുഖം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖം മിനുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ PR എക്സസൈസിന് 18 ലക്ഷം ചെലവാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് വയനാട്ടിൽ പോവുകയാണ്. തൊട്ടടുത്ത ജില്ലയല്ലേ? വയനാട്ടിൽ പോയി അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കണം. സർക്കാർ എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ച് വിശദീകരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ജനങ്ങളോട് പറയണം.